ഹൈന്ദവ പുരാണ പ്രകാരം ത്രിമൂർത്തകളിൽ സംഹാരമൂർത്തിയാണ് മഹാദേവൻ അഥവാ ശിവൻ. ശിവന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം ശിവൻ ആദിയോ അന്തമോ ഇല്ല എന്നതാണ്. അദ്ദേഹം ഒരു സ്വയംഭൂവാണ്. എങ്കിലും ശിവൻ എങ്ങനെയാണ് ത്രിമൂർത്തികളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ശിവപുരാണത്തിൽ ഒരു പ്രശസ്തമായ കഥയുണ്ട്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതിനെക്കുറിച്ച് വലിയൊരു തർക്കമുണ്ടായി. ബ്രഹ്മാവ് ഞാനാണ് സൃഷ്ടിയുടെ പ്രജാപതി, അതിനാൽ ഞാനാണ് വലിയവൻ. വിഷ്ണു ഞാനാണ് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത്, അതിനാൽ ഞാനാണ് ശ്രേഷ്ഠൻ. ഈ തർക്കം മൂർച്ഛിച്ച് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് അത്ഭുതകരമായ ആ സംഭവം നടന്നത്. അവരുടെ തർക്കത്തിന് നടുവിൽ പെട്ടെന്ന് അതിഭീമാകാരമായ ഉജ്ജ്വലമായി ജ്വലിക്കുന്ന ഒരു അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. ഇതിന് തുടക്കമോ ഒടുക്കമോ കാണാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ബ്രഹ്മാവും വിഷ്ണുവും യുദ്ധം നിർത്തി. ഈ അഗ്നിസ്തംഭത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നയാളായിരിക്കും ഏറ്റവും വലിയവനെന്ന് അവർ തീരുമാനിച്ചു. ഭഗവാൻ വിഷ്ണു ഒരു വരാഹത്തിന്റെ രൂപം ധരിച്ച് ഇതിന്റെ അന്ത്യം കണ്ടെത്താൻ പാതാളത്തിലേക്ക് കുതിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചിട്ടും അദ്ദേഹത്തെ അതിന്റെ അടിഭാഗം കണ്ടെത്താനായില്ല. ബ്രഹ്മാവിന്റെ ശ്രമം അദ്ദേഹം ഒരു അരയന്നത്തിന്റെ രൂപം ധരിച്ച് സ്തംഭത്തിന്റെ മുകളറ്റം തേടി ആകാശത്തിലേക്ക് പകർന്നു. വളരെ കാലം മുകളിലേക്ക് പറന്നിട്ടും ബ്രഹ്മാവിന് സ്തംഭത്തിന്റെ അറ്റം കാണാനായില്ല. തിരിച്ചു വരുന്ന വഴിയിൽ മുകളിൽ നിന്നും വീഴുന്ന ഒരു കൈതപ്പൂവിനെ ബ്രഹ്മാവ് കണ്ടു. സ്തംഭത്തിന്റെ മുകളിൽ നിന്നാണ് താൻ വരുന്നതെന്ന് ആ പൂവ് പറഞ്ഞു. ബ്രഹ്മാവ് കൈതപ്പൂവിനോട് ഒരു കള്ളം പറയാൻ ആവശ്യപ്പെട്ടു. വിഷ്ണുവിനോട് ഞാൻ ഈ സ്തംഭത്തിന്റെ മുകളറ്റം കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തണം. പൂവ് അതിന് സമ്മതിച്ചു. തിരിച്ചെത്തിയ ബ്രഹ്മാവ് താൻ സ്തംഭത്തിന്റെ അറ്റം കണ്ടെന്നും കൈതപ്പൂവ് അതിന് സാക്ഷിയാണെന്നും വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു തന്റെ പരാജയം സമ്മതിച്ചു. ബ്രഹ്മാവിന്റെ നുണയിൽ കോപിഷ്ഠനായ ആ അഗ്നിസ്തംഭം പിളർന്ന് അതിൽ നിന്നും സാക്ഷാൽ പരമശിവൻ ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് ശിവന്റെ ആവിർഭാവമായി കണക്കാക്കപ്പെടുന്നത്. ശിവൻ ബ്രഹ്മാവിന്റെ അഹങ്കാരത്തെ ശകാരിക്കുകയും നുണ പറഞ്ഞത് ബ്രഹ്മാവിനെ ഭൂമിയിൽ ആരും പൂജിക്കില്ലെന്ന് ശപിക്കുകയും ചെയ്തു. കള്ളസാക്ഷി പറഞ്ഞ കൈതപ്പൂവിനെ ശിവപൂജയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. സത്യസന്ധത കാണിച്ച് വിഷ്ണുവിനെ ശിവൻ അനുഗ്രഹിക്കുകയും ചെയ്തു.